കേരളത്തിലെ പല ഡിസ്ട്രിക്റ്റിലും ഹെവി റെയിൻ ആൻഡ് ഫ്ലഡ് വാർണിംഗ്സ് ഉണ്ട്. ഇതുപോലെ ഒരു സമയത്ത് ശരീരവും മനസ്സും സേഫ് ആയിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മഴയിൽ കോമൺലി കാണുന്ന പ്രോബ്ലംസ് ആണ് വൈറൽ ഫീവർ, ത്രോട്ട് ഇൻഫെക്ഷൻ, സ്കിൻ അലർജീസ്, ഫംഗൽ ഇൻഫെക്ഷൻ എന്നിവയൊക്കെ. ഇതെല്ലാം തടയുന്നതിനായിട്ട് ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക, ഫംഗൽ ഇൻഫെക്ഷൻസ് തടയാനായിട്ട് മഴവെള്ളത്തിൽ നടക്കാതിരിക്കുക. അതുപോലെ തന്നെ സ്റ്റൊമക്ക് അപ്സെറ്റ്, ഫുഡ് പോയിസണിംഗ് ഒക്കെ മഴക്കാലത്ത് വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അൺഹൈജീനിക് ആയിട്ടുള്ള സ്ട്രീറ്റ് ഫുഡ്സ് ആയിരിക്കാം. സോ ഹോം കുക്ക്ഡ് ആയിട്ടുള്ള വാം ഫുഡാണ് ഏറ്റവും സേഫസ്റ്റ്. കൂടാതെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് ചുക്ക് കാപ്പി, തുളസി ടീ, ടർമറിക് മിൽക്ക് ഇതുപോലെയുള്ള ഹോം റെമഡീസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, നിങ്ങൾക്ക് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ ലൈക്ക് കണ്ടിന്യൂസ് സ്നീസിങ്, ത്രോട്ട് പെയിൻ, കണ്ടിന്യൂസ് ഫീവർ, സ്കിൻ ഇച്ചസ്, ഇതൊക്കെ ഇഗ്നോർ ചെയ്ത് കോംപ്ലിക്കേഷനിലേക്ക് എത്താതെ പ്ലീസ് കൺസൾട്ട് എ ഡോക്ടർ ആൻഡ് പ്ലീസ് അവോയ്ഡ് സെൽഫ് മെഡിക്കേഷൻസ്. ചുരുക്കി പറഞ്ഞാൽ ചെറിയൊരു ചൂട് തോന്നിയാൽ ഉടനെ ഒരു പാരസെറ്റമോൾ എടുത്ത് സ്വയം കഴിക്കാതെ ആദ്യമേ തന്നെ ഒരു ഡോക്ടറെ കണ്ട് ലക്ഷണങ്ങൾ വെച്ചിട്ട് എന്ത് പനിയാണെന്നെങ്കിലും റൂൾ ഔട്ട് ചെയ്യുക. ആവശ്യമെങ്കിൽ ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് കൃത്യമായിട്ട് തുടക്കം മുതലേ മരുന്നെടുക്കാൻ ശ്രമിക്കുക. പല കേസുകളിലും ക്ലിനിക്കിൽ എത്തുമ്പോഴേക്കും 2-3 ദിവസം അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ സ്വയ ചികിത്സ നടത്തി ആകെ വഷളായതിനു ശേഷമാണ് നമ്മുടെ അടുത്ത് ട്രീറ്റ്മെൻറ്റിനായിട്ട് വരാറുള്ളത്. വളരെ ശ്രദ്ധിച്ച് ഡീൽ ചെയ്യേണ്ട ഒന്നാണ് പനി എന്ന് പറയുന്നത്. കാരണം അതൊരു രോഗമല്ല, നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രതിരോധ പ്രക്രിയ മാത്രമാണ്. അതിനെ തടയുകയല്ല വേണ്ടത്, വേഗത്തിൽ ആ പ്രക്രിയ ശരീരത്തിന് ദോഷമില്ലാത്ത രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. Velith Homeopathy on a mission to cure.